അടുത്ത 5 വർഷം കൂടി ഈ കേരളത്തിൽ തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മലയിൽ വന്നു പോയി ഈ നല്ല അന്തരീക്ഷത്തിൽ നിന്ന്, ഇവിടുത്തെ പ്രാർത്ഥന നിരന്തരമായ അന്തരീക്ഷത്തിൽ നിന്ന് മടങ്ങിപ്പോയി വരാനും സ്വാഭാവികമായും ഒരു വിഷമത്തിലുണ്ടാവില്ല. അവർ ശ്രേയസ്സിലേക്ക് വരുള്ളൂ എന്നെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ഗവർണർ 5ാം വർഷം പൂർത്തിയാക്കി വീണ്ടും കേരള ജനതയ്ക്ക് മുമ്പിൽ ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ നിൽക്കാനിടയാകും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായം, ജനങ്ങളുടെ അഭിപ്രായമോ ഗവൺമെൻറ് അഭിപ്രായമല്ല. അദ്ദേഹത്തിൻ്റെ ഇത്ര അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. ഇല്ല, അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം മറ്റേതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളുടെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ പല ഘട്ടങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ബില്ലുകൾ തടഞ്ഞു വയ്ക്കുക, നിയമസഭ പാസ്സാക്കുന്നത് ഐകണ്ഠേന പാസ്സാക്കിയ ബില്ലുകൾ പോലും ഇപ്പോഴും ഒപ്പിടാത്തതുണ്ട്. ചിലത് ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിനെ നയിച്ചു, ചിലത് സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് അനുമതി തന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി നടത്തി എന്ന് അദ്ദേഹം പറയുന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നത് പകൽ പോലെ എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. BJPയോട് അദ്ദേഹത്തിനുള്ള ആഭിമുഖ്യവും താല്പര്യമാകണമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല.